ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഗുരുവായൂരിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന്. ഞാനവിടെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ കല്യാണം കണ്ടപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിഷ്ണുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ പോയിട്ട് മാലയിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റി, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കണ്ണിന് മുന്നിൽ ഇങ്ങനെ മാലയിടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളത് ഇങ്ങനെ നടക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ നടേൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് റൂം ഇതാ പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ റെഡിയായി. എനിക്ക് റെഡിയായ വീഡിയോ ഒന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു ധാവണിയാണ് കേട്ടോ. ബ്ലൗസിലൊക്കെ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂവൊക്കെ വാങ്ങി പൂവൊക്കെ വെച്ചു. ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ എനിക്ക് പൂവൊക്കെ വെച്ച് തരാണ്. നമ്മൾ നല്ല സിമ്പിൾ ഒരു ലുക്ക് മതി എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണനെ കാണാൻ പോകുമ്പോൾ കണ്ണൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അങ്ങനെ അമ്മ കുറച്ച് തുളസിമാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ താമരമുട്ടും എന്താ പറയുക പഴം അല്ലാതെ കായായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കണ്ണനെ നീതിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടയിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും റെഡി ആവണമെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ലുക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സിമ്പിൾ ലുക്ക് മതി എന്ന് ഞാൻ പിന്നെ അങ്ങനെ വിചാരിച്ചു. രാവിലെ നമുക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്ന് കിടന്ന ഉടനെ തന്നെ രാവിലെ എണീച്ചിട്ട് റെഡിയായിട്ട് പോകണമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ലുക്കൊന്നും ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് സിമ്പിളായിട്ട് റെഡിയായതാണ്. റൂമിൻ്റെ വീഡിയോസോ അതുപോലെ റെഡിയാവുന്ന വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഷോർട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുരുവായൂരെന്ന് പറയുമ്പം തന്നെ മനസ്സിൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് വരുന്നത്. എത്ര പോയാലും മതി വരാത്തൊരു ഇടമാണ് ഗുരുവായൂർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യൂ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ നീണ്ട ക്യൂ നിന്നിട്ടും ഒരു അനക്കവും ഇല്ല. അപ്പം നമ്മളവിടെ നിന്ന് മതിയാക്കിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തൂടെ ജസ്റ്റ് ഒന്ന് തൊഴുത് വന്നിട്ട് നമ്മൾ വന്ന കാര്യത്തിലേക്ക് നീങ്ങാണ്. നമ്മൾ മാലയിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗുരുവായൂരിൽ മാലയിടാൻ പറ്റുകയെന്നൊക്കെ. അപ്പോൾ നമുക്കവിടെ ഒരു റെസിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ മാലയിടാൻ വേണ്ടി പറ്റും. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞത് റെസിപ്റ്റ് ആക്കിയാൽ മാത്രം മതി. അപ്പം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൊമെൻറ്റ് സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ കണ്ണൻ്റെ മുന്നിൽ വീണ്ടും മാലയിടാൻ വേണ്ടി പോവുകയാണ്. മാലയിടാന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് തുളസിമാല ചാർത്തുന്നതിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാളായിട്ട് ഗുരുവായൂർ പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു നമ്മൾ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ മാലയിട്ടു, നമ്മുടെ ആഗ്രഹം നടന്നു. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരിങ്ങനെ എന്നിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. എന്താപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഒരു കല്യാണം. കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവരെന്ത് സിമ്പിളായിട്ട് കല്യാണം കഴിച്ചിട്ട് പോയി. അതായത് എൻ്റെ ലുക്കും പിന്നെ ആഭരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക കോമഡി പോലെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ് നോക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. അവർക്കറിയില്ലല്ലോ നമ്മൾ രണ്ടാമത് വീണ്ടും കല്യാണം കഴിക്കുന്നതാണെന്ന്. അങ്ങനെ നമ്മൾ ഗുരുവായൂരിൽ തൊഴുതിട്ട് നമ്മൾ അടുത്ത് തന്നെ മമ്മിയൂർ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ്.
നമ്മുടെ ഈ ഒരു നടയിൽ നിന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക്. അത് ഏത് നടയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെയും കൂടി തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ തൊഴാൻ പോകുന്ന ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അകത്തത്തെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു അമ്പലമായിരുന്നു. പിന്നെ ഗുരുവായൂരിനെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് നല്ല വൃത്തി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല വൃത്തി തൊഴുത് നന്ദീനോടൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഉണ്ടായിരുന്നൊരു വിഷമം എന്ന് വെച്ചാൽ ഞാനിത് 2ാമത്തെ തവണയാണ് ഗുരുവായൂർ വരുന്നത്. എന്നിട്ട് 2ാമത്തെ തവണയും നമുക്ക് കണ്ണനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റൂമൊക്കെ ലൊക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വിടാനുള്ള ടൈം ആയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് 2 സ്ഥലത്ത് കൂടി കയറാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. നമ്മൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ആനക്കോട്ടയിലേക്കാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ വരുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നതും ഇതുപോലെ ഒരുപാട് ആനകൾ ഒരുമിച്ച് കാണുന്നതും. അപ്പം എനിക്കിനി ഓരോ കാഴ്ചകളായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെയും നിറയെ ആളുകളുണ്ട്. ഗുരുവായൂർക്ക് വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ആനേനെയൊക്കെ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെയും ഉണ്ട് ആനകളെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ട്. ഇവിടെ പട്ടയൊക്കെ വെട്ടി വിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അടുത്തടുത്തടുത്ത് തന്നെ ആയിട്ട് ഒരുപാട് ആനകളുണ്ട് ചുറ്റും. തൃശ്ശൂർക്കാർക്കൊക്കെ ഇത് സുപരിചിതമായിരിക്കും, പക്ഷേ കണ്ണൂരിൽ നിന്ന് വരുന്നത് നമുക്ക് ഇത് കുറച്ച് അത്ഭുതമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഒരു ആംബിയൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല തണലാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസാണ്. ഒരുപാട് ആനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ നല്ല തണുപ്പ് ആക്കി എടുത്തിട്ട് തന്നെ ഉണ്ട്. എല്ലാ ആനകളും തന്നെ എൻജോയ് ചെയ്ത് അവരവരുടെ പട്ട കഴിക്കുകയാണ്. കണ്ടില്ലേ, ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആൾ എൻജോയ് ചെയ്തിട്ടാണ് ഈ പട്ട കഴിക്കുന്നത്. ഓരോ ആനകളും അതെ ഇതുപോലെ ഡാൻസ് ചെയ്യുന്ന പോലെയാണ് അവരുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. ഓരോ ആനകളും ഓരോ വെറൈറ്റിയാണ് കേട്ടോ. ഓരോ ആനകൾക്കും അതിൻ്റേതായ വ്യത്യസ്തതയുണ്ട്. ശരീരപ്രകൃതിയിലായാലും കാണാനും ഒക്കെ ഓരോ ആനകൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ ഈ ആന ഒരു നല്ലൊരു ലുക്കുള്ളൊരു ആനയേച്ച് ഉണ്ട്. അതുപോലെ തന്നെ കുറേ അമ്മമാരും ആൾക്കാരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു അടിപൊളി സീന് നിങ്ങൾക്ക് കാണാനുണ്ട്. ഈ ഒരു ആനേൻ്റെ കുളിസീനാണ് കേട്ടോ. എന്തോ എൻജോയ് ചെയ്തിട്ടാണ് അതിങ്ങനെ കുളിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഇയാളുടെ കുളി. ഇയാൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ചെറിയ കുഞ്ഞനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ കുളി കണ്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നു കുറേ നേരം. എല്ലാ ആൾക്കാരും അതുപോലെ തന്നെയാണ്. അപ്പം ഈ ആനക്കോട്ടയിൽ ടോട്ടൽ എത്ര ആനകളുണ്ടെന്നൊന്നും അറിയില്ല. ഓൾമോസ്റ്റ് ഒരുപാട് ആനകളുണ്ട്. നമ്മളൊരു റൗണ്ട് ഫുള്ള് കണ്ട് കഴിഞ്ഞ് പിന്നെ ഇത് ഇവിടെയും കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ അനുഭവമാണ് ഇത്രയും ആനകൾ ഒരുമിച്ച് കാണുന്നതും ഇതുപോലെ ഇവിടെ വരുന്നതൊക്കെ. അപ്പം നമ്മളിങ്ങനെ കണ്ട് വേർത്ത് ഒലിച്ചൊരു ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്.
ആക്ച്വലി നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടും രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റിട്ടൊക്കെ ടയേർഡായി. ഓൾമോസ്റ്റ് എൻ്റെയൊക്കെ കോലം കണ്ടാൽ അറിയാം, ടയേർഡായി അങ്ങെത്തി. പിന്നെ എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ്. എൻ്റെ അമ്മ എനിക്ക് കെട്ടിത്തരുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരും ഇതേപോലെ ഹെയർ സ്റ്റൈൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫൈനലി ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം തൃശ്ശിവപേരൂരിൻ്റെ സ്വന്തം വടക്കുംനാഥൻ്റെ മണ്ണിലേക്കാണ്, നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ വരെ വന്നിട്ട് ഈ ഒരു അമ്പലം കണ്ടിട്ടെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത്ര അടിപൊളി ആംബിയൻസ് ഉള്ള, അത്രയും ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചറുള്ള ഒരു അമ്പലം തന്നെയാണത്. പക്ഷെ നമ്മൾ വന്ന സമയം ശരിക്കും പറഞ്ഞാൽ നട്ടുച്ച വെയിലത്താണ്. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂരൊക്കെ പോയി എല്ലാം കണ്ടു വന്നപ്പോൾ ഈ ഒരു ടൈം ആയിപ്പോയി. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാനും ഒരു ടൈമില്ല, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ അതായത് പോകുന്ന വഴിയിൽ കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു റിവറാണ്. അപ്പോൾ ഇത് ഏത് റിവറാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ എല്ലാ സ്ഥലവും നല്ല അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്തു. വീഡിയോ എടുക്കാൻ കുറേ സമയത്ത് മറന്നു പോയിട്ടുണ്ട്, കാരണം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലിപ്പിംഗ് വെച്ച് ഞാനൊരു അടിപൊളി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അത് നമുക്ക് എന്താ പറയുക, അതാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എഴുതി അയക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഉണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ. അപ്പോൾ നമുക്കൊരു അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.